സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഈ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബേസിക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഫസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പാർട്ടിലുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം, പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ ആ മെഷറിനെ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന ഒരു മെഷറിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ അതിനെ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 ആണോ അതോ 18/5 ആണോ എന്നൊക്കെ. അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പം അതൊരു ചെറിയ വാല്യൂ ആയിട്ടല്ലേ മാറുന്നത്. കാരണം മീറ്റർ പെർ സെക്കൻഡിൽ ചെറിയ വാല്യൂ അല്ലേ കമ്പയർ ടു കിലോമീറ്റർ പെർ അവർ. അപ്പം ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ വരും, അതായത് 5 വരും, 5/18. അടുത്തത് മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ വാല്യൂ ആണ് വരുന്നത്, അതുകൊണ്ട് ന്യൂമറേറ്റർ വലിയ വാല്യൂ വരും. അപ്പം 18 ഡിവിഷൻ ബൈ 5 അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ അപ്സ്ട്രീം എന്താ, ഡൗൺ സ്ട്രീം എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, USD മെത്തേഡ് വെച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The speed of a boat when traveling downstream is 32 km per hour, whereas when traveling upstream is 28 km per hour. What is the speed of the boat in still water and the speed of the streamer? സിമ്പിൾ ആണ്. നമുക്ക് നേരെ USD മെത്തേഡിലേക്ക് പോകാം. USD ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡൗൺ സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട് 32 km per hour. അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട് 28 km per hour. കണ്ടുപിടിക്കാനുള്ളത് ബോട്ടിൻ്റെ സ്ട്രീമും അതുപോലെ തന്നെ സ്ട്രീമിൻ്റെ സ്പീഡുമാണ് ഇൻ സ്റ്റിൽ വാട്ടർ. ഇവിടെയാണ് നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് എഴുതുക, ഇവിടെയാണ് സ്ട്രീമിൻ്റെ സ്പീഡ് എഴുതുക. ഈ ബി ബോട്ടിൻ്റെ സ്പീഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സ്ട്രീമിൻ്റെ സ്പീഡായിരിക്കും. ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നത് അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് മിഡിലാണ് വരുന്നത്, അപ്പോൾ ഡിവിഷൻ ബൈ 2 ഇങ്ങനെ ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബോട്ടിൻ്റെ സ്പീഡ് B is equal to U plus D divided by 2 which is equal to, ഇവിടെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 28, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 32 ഡിവിഷൻ ബൈ 2 which is equal to എത്ര വരും, 60/2, അതായത് 30 km per hour. അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് സ്ട്രീമിൻ്റെ സ്പീഡാണ്. സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവിഷൻ ബൈ 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 32 മൈനസ് 28 ഡിവിഷൻ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും, 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 km per hour. 2 km per hour. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A man takes 3 hours 45 minutes to row a boat 15 km downstream of a river and 2 hours 30 minutes to cover a distance of 5 km upstream. Find the speed of the river current in kilometer per hour. ഇവിടെ നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടൈമും തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് അപ്സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസും ടൈമുമാണ്. കണ്ടുപിടിക്കാനുള്ളത് കറണ്ടിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കണം, അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കണം. പഴയതുപോലെ തന്നെ USD മെത്തേഡ് എഴുതാം, USD. ഇവിടെ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് അറിയില്ല, അറിയാവുന്നത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, D is equal to 15 km എന്നും, അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട് 3 hour 45 minutes, അതായത് 45/60. ഇതിനെ നമുക്ക് എന്തിലേക്ക് ആക്കണം, അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 3:15 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 3/4. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15/4 എന്ന് വരും. ഇപ്പോൾ ഡിസ്റ്റൻസ് അറിയാം, ടൈം അറിയാം, ഇനി കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 15, ടൈം എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് 4/15 എഴുതാം, ഇൻറ്റു 4/15. ഡിവിഷൻ ചെയ്യുന്നത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണല്ലോ.
15 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 4. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. അപ്സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5, ടൈം തന്നിട്ടുണ്ട് 2 hour 30 minutes, അതായത് 2 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 5/2 hours. ഇവിടെയും അവറാണ്. അപ്പം ഇവിടെ വരുമ്പം which is equal to speed is equal to distance divided by time, 5 into 2/5, which is equal to 2 kilometer, 2 kilometer per hour. ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ദ കറണ്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഈ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവിഷൻ ബൈ 2, അതായത് സ്പീഡ് ഓഫ് കറണ്ട് is equal to d minus u by 2, which is equal to 4 minus 2/2 is equal to 4 minus 2/2, which is equal to 1 kilometer per hour. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ക്യാൻ റോ 6 kilometer per hour in still water. It takes him twice as long to row up as to row down the river. Find the rate of stream. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസിൽ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസ് സെയിമും, ഇപ്പം ഡൗൺ സ്ട്രീമിൻ്റെയും അപ്പ് സ്ട്രീമിൻ്റെയും ഡിസ്റ്റൻസ് സെയിമും ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു d ആണെന്ന് വിചാരിക്കാം. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസും d ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ടായിരിക്കും, കുറച്ചുകൂടെ നീറ്റായിട്ട് എഴുതാം. ഓക്കെ, ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഡിയും അപ്പ് സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസും ഒരു d ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്പീഡ് തന്നേക്കുക. അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഒരു എയും ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഒരു ബിയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നേരെ ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പ് സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് ബി ആയിരിക്കും, ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം അപ്പ് സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് പഴയ പോലെ തന്നെ സെയിമേ. അങ്ങനെ ഇനി നമുക്ക് അപ്പ് സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു T1ഉം ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു T2ഉം ആണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് T2 T1 ആയിരിക്കും. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം ഏതെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഈ ടൈമും ഈ സ്പീഡും എന്ന് പറയുന്നത് നേരെ ഇൻവേഴ്സ് ആയിരിക്കും. ഇതൊന്ന് ഓർത്തിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മാൻ അല്ലെങ്കിൽ ബോട്ട്, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 6 kilometer per hour ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? റേറ്റ് ഓഫ് ദ സ്ട്രീം ഇത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പം അതിനെ ജസ്റ്റ് ഒരു y എന്ന് വിളിക്കുവാണേ. പിന്നെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഈ അപ്സ്ട്രീം ടൈമില്ലേ, അപ്സ്ട്രീം പോകാനുള്ള ടൈം എന്ന് പറയുന്നത് ഈ ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈമിൻ്റെ ട്വൈസ് ആയിരിക്കും എന്ന്. ഇതിനെ ഞാനൊരു ഡൗൺ സ്ട്രീമിൻ്റെ ടൈമിനെ ഞാൻ ഒരു 1 എന്നെടുത്താൽ അപ്സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡിനെ നമുക്ക് എഴുതാലോ. ഈ ഡൗൺ സ്ട്രീം സ്പീഡിനെ എനിക്കൊരു 2 എന്നും ഈ അപ്സ്ട്രീം സ്പീഡിനെ ഒരു 1 എന്നും ആക്കി എഴുതാലോ.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് 6 ആണെങ്കിൽ ഇതൊരു വൈയും ആണെങ്കിൽ ഈ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 6 പ്ലസ് വൈ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ മാനിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് 6ഉം സ്ട്രീമിൻ്റെ സ്പീഡ് വൈയും ആണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 6 മൈനസ് വൈ ആയിരിക്കുമല്ലോ. ഇനി ഇക്വേറ്റ് ചെയ്യത്തില്ലേ? ഇനി നമുക്ക് 6 പ്ലസ് വൈ, അതായത് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം സ്പീഡ് എത്ര? 6 മൈനസ് വൈ, വിച്ച് ഇസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2. ഇത് റേഷ്യോ ആണ്. അപ്പം 2x തന്നെ എടുക്കാം. എന്നിട്ട് എക്സും ക്യാൻസൽ ആയി പോയാൽ മതിയല്ലോ. 2x ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട് 1x, അതായത് എക്സും ക്യാൻസൽ ആയിപ്പോയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം എത്ര വരും? 6 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6 മൈനസ് വൈ ഇൻറ്റു 2, which implies 3y is equal to 6 implies y is equal to 2 kilometer per hour. അതായത് സ്ട്രീമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ പെർ അവർ. ഒന്നുകൂടെ പറയാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മാനിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡാണ് തന്നിരിക്കുന്നത് 6 കിലോമീറ്റർ പെർ അവർ എന്ന്. കണ്ടുപിടിക്കാനുള്ളത് സ്ട്രീമിൻ്റെ സ്പീഡാണ്. അതിനെ ഞാനൊരു വൈ എന്ന് എടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ ഡൗൺ സ്ട്രീമിൻ്റെ ടൈമിൻ്റെ ട്വൈസ് ആണ്. അതായത് ഡൗൺ സ്ട്രീമിൻ്റെ ടൈം ഞാൻ ഒരു എക്സ് എന്ന് എടുത്താൽ അപ്സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 2x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചിടും. അതായത് അപ്സ്ട്രീമിൻ്റെ സ്പീഡ് 1ഉം ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 2 എന്നും ആവും. ഇനി അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ സ്പീഡ് 6ഉം സ്ട്രീമിൻ്റെ സ്പീഡ് വൈയും ആണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നതും അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്നതും ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 6 പ്ലസ് വൈ ഡിവിഷൻ ബൈ 6 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ എക്സ്, അതായത് 2 ഡിവൈഡഡ് ബൈ 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. വൈ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രീമിൻ്റെ സ്പീഡ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 കിലോമീറ്റർ പെർ അവർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A boat goes at 8 km in 1 hour, the stream, and 2 km in 1 hour against the stream. The speed in kilometer per hour of the stream is. ഇവിടെ ക്വസ്റ്റ്യനിൽ എലോങ് എന്നുണ്ട്. അതായത് എലോങ് ദ സ്ട്രീം എന്ന് വെച്ചാൽ ഡൗൺ സ്ട്രീം, എഗെയിൻസ്റ്റ് ദ സ്ട്രീം എന്ന് വെച്ചാൽ അപ് സ്ട്രീം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ ബോട്ട് ഗോസ് 8 കിലോമീറ്റർ ഇൻ 1 hour എലോങ് ദ സ്ട്രീം. അതായത് ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് ആണ് 8 കിലോമീറ്റർ എന്ന് പറയുന്നത്. ടൈം തന്നിട്ടുണ്ട് 1 hour. അതുപോലെ തന്നെ അപ് സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളല്ലേ? ഇവിടെ നമുക്ക് ഡിസ്റ്റൻസും ടൈമും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 2 കിലോമീറ്റർ പെർ അവർ. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 8 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? സ്ട്രീമിൻ്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. എത്രയാ? 6 divided by 2 is equal to 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 3:1 ആണ്. ഇത് സെയിം പാറ്റേൺ, കഴിഞ്ഞ സെയിം പാറ്റേൺ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്.